ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അനസ് കാര്യമായിട്ട് ശ്രീശാന്തിനോട് എന്തോ പറയുന്നുണ്ടല്ലേ, അതായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് T10 മാച്ച് നടക്കുന്നുണ്ട് ഇവിടെ അബുദാബിയിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടെ പോയത്. അപ്പം നാഷണൽ ഡേയുടെ ലീവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ ഷാർജയിൽ നിന്ന് അബുദാബിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ എത്തി. 20 ദിറംസാണ് അവിടുത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ചിലർക്ക് ഫ്രീ ആയിട്ടും എൻ്റർ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവിടെ പോയി നമ്മൾ ലക്ക് അനുസരിച്ചിട്ടിരിക്കും. സെക്യൂരിറ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ കയറാം എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ റിസ്ക് ഒന്നും എടുത്തില്ല. നമ്മൾ 20 ദിറംസ് തന്നെ പേ ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ കുറച്ച് നേരം കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഇരുന്നു. പിന്നെ അവർക്ക് ബോറടി തുടങ്ങി. അങ്ങനെ ഞാനും ഫിദുവും കൂടെ അവരെ തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പൊക്കെ ഇട്ടിട്ട് വേറൊരു സൈഡുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി പിള്ളേരായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞത് നമുക്ക് അവിടുത്തെ ബാഗും അതുപോലെ ക്യാപ്പും ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും, പ്ലെയേഴ്സ് വരും. അപ്പം പിള്ളേർക്ക് പ്ലെയേഴ്സിൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം, അതുപോലെ സിഗ്നേച്ചർ നമുക്ക് പ്ലെയേഴ്സിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ബാഗും ക്യാപ്പൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ പിള്ളേരായിട്ട് പ്ലെയേഴ്സിനെയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഫേസ് പെയിൻറ്റ്, അതുപോലെ തന്നെ കളർ ചെയ്യാം, അങ്ങനെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. ഫേസ് പെയിൻറ്റ് പിന്നെ നിൽക്കുന്ന കയ്യിൽ UAEയുടെ ഫ്ലാഗും ഫേസിൽ ഒരു ബാറ്റും അങ്ങനെയൊക്കെ ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫേസിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കയ്യുമേൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലാഗൊക്കെ വരച്ചു നമ്മൾ. അപ്പം അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീണ്ടും ഗാലറിയിലേക്ക് പോയി. ഗാലറിയുടെ ആ ഒരു എന്താ പറയുക, ബഹളവും അവിടുത്തെ ആ ഒരു വൈബും ഒക്കെ വേറെ ലെവൽ തന്നെ ആയിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീശാന്തിൻ്റെ ടീമിനെ ആയിരുന്നു. പക്ഷേ അൺലക്ക് അത് ജയിച്ചില്ല. പക്ഷേ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ശ്രീശാന്തിനെ കാണാമെന്നുള്ളത്. പ്രത്യേകിച്ച് അനസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫൈനലി അതും സാധിച്ചു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്തായാലും ഒരുപാട് മെമ്മറീസ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പം ഇനിയും വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.